ഗുരുവായൂരപ്പനെ മനസ്സ് നിറയെ കണ്ണ് നിറയെ കാണാൻ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളതല്ലേ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. എൻ്റെ ഒരു വഴിയുണ്ട്, പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരുപാട് സമയം ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് നാലമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും നമുക്ക് അവിടെ ചെലവിടാൻ പറ്റുക, കാരണം അത്രയും തിരക്കായതുകൊണ്ട്. പക്ഷേ ആ സമയം തന്നെ ധാരാളമാണ്. ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തിലൊരു നിമിഷം പോലും വളരെ പ്രധാനമാണ്. അപ്പം അത് തന്നെ ധാരാളമാണ്. പക്ഷേ എന്നാലും ഭക്തർ ഇങ്ങനെ പറയും, അയ്യോ എനിക്ക് കുറച്ചധികം നേരം തൊഴണമായിരുന്നു, ഭഗവാൻ എനിക്ക് കുറച്ചുകൂടി നേരം കാണണമായിരുന്നു, അടുത്ത് കാണണമായിരുന്നു എന്നൊക്കെ പല ഭക്തരും ഇങ്ങനെ പരാതിയും പരിഭവവും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭഗവാന്റെ രാത്രി ശിവേലി കാണുക. വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ് ഭഗവാന്റെ രാത്രി ശിവേലി, ഒരു 9:30-ക്ക് ശേഷം നടക്കുന്നത്. ആ സമയത്ത് ഭഗവാൻ ചതുർബാഹുവായിട്ട് സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളും. ആ സമയത്ത് നിങ്ങൾക്ക് ഭഗവാനെ നല്ല ഭംഗിയായിട്ട് സുന്ദരമായിട്ട് കാണാം. പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് പ്രദക്ഷിണ വഴികളിലോ അല്ലെങ്കിൽ കിഴക്കേ നടയുടെ ഭാഗത്തുള്ള കൂത്തമ്പലത്തിൻ്റെ സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാനെ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് കൺകുളിർക്കെ മനസ്സ് നിറയെ കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുള്ളവർ ഈ ഒരു സമയം ശ്രദ്ധിക്കുക. രാത്രി ശിവേലിയുടെ സമയത്തൊന്ന് ഭഗവാനെ കണ്ട് തൊഴാനായിട്ട് ശ്രദ്ധിക്കുക. ശിവേലി തൊഴുതിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവം ഈ വീഡിയോയുടെ താഴെ പങ്കുവയ്ക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.